ഈ MDMA എന്ന് പറഞ്ഞ ഇയാൾ എന്താ പേടിക്കുന്നത്? എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. ഞാൻ പറഞ്ഞതാ സാറേ, അവൻ മറന്നുപോയതായിരിക്കും. കുളത്തിലിറങ്ങിയാൽ മുങ്ങിച്ചാകത്തില്ലേ? പിന്നെ നീന്തൽ എന്തിനാ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ആനയ്ക്ക് മതളകിയ ചങ്ങലക്കിടാം, ചങ്ങലയ്ക്ക് മതളകിയാൽ അത് നിനക്കിടാം. ഇത് വെറുതെ ആലോചിച്ചാൽ മതി. ലോജിക് ഉണ്ട്. ഇത് ലോജിക്കല്ല ഇതിന്റെ. ലോകത്ത് നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആലോചിച്ചിട്ട് തന്നെ എങ്ങനെ പോയാ എങ്ങനെ സോഴ്സില് MDMA എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണ് അത് പറയണ്ടേ? ഇങ്ങനെ ആരും ഞങ്ങളോട് അഭിപ്രായപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ച് ചേട്ടൻ ഇവിടെ കാറ് വെച്ച് ദിവസവും പോയി മോട്ടോർ സൈക്കിൾ ഇടിച്ച് ചത്തോണ്ടിരിക്കുന്ന ആൾക്കാരെ കവിഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടോ? അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. നിരോധിച്ചാൽ ഉണ്ടാകുന്നത് സാധനത്തിന് അപ്പൊ തന്നെ വില കൂടും. എന്താ സാധനം ചീങ്കണ്ണിയാ ഇവ തൃശ്ശൂർ കളക്ടറാവൂട്ട. ഓർഗനൈസ്ഡ് ക്രൈം ഉണ്ടാകാനായിട്ട് ഏറ്റവും വലിയ സാധനമാണ് നിരോധനം. അത് പറഞ്ഞപ്പോ ആർക്ക് ചൊറിഞ്ഞെന്ന്? ലോകത്തിലെ ഏറ്റവും വലിയ അഡിക്റ്റീവ് ആയ ഒരു സാധനമാണല്ലോ അത്, നിക്കോട്ടിൻ. എന്താ നിരോധിക്കാത്തത്? അതൊക്കെ ഈ PP ശശിയുടെ നാടൻ ശൈലിയല്ലടോ. ഇന്ന് പക്ഷെ കേരളത്തിൽ ആളുകള് മദ്യത്തിനെ പറ്റി അല്ല ടെൻഷൻ അടിക്കുന്നത്. ഞാൻ പറഞ്ഞു മദ്യം മയക്കുമരുന്നല്ലെന്ന് ആരാ പഠിപ്പിക്കുന്നത്? എനിക്ക് എന്റേതായ ഒരു വില തരണ്ടേ നിങ്ങള് ഇങ്ങനെ തെറപ്പാര കടന്ന് കമന്റ് ചെയ്യാതെ. കമന്റ് ചെയ്യുന്നതിനും ചീത്ത വിളിക്കുന്നതിനൊക്കെ ഒരു ഇതില്ലേ, മെച്ചൂരിറ്റി ഇല്ലേ, അതിനൊക്കെ ഒരു അളവില്ലേ?